ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഇടതു സർക്കാർ മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന് ഉറപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സാമുദായിക സംഘടനകൾ CPM-നെ പിന്തുണയ്ക്കുന്നുവെന്നും MV ഗോവിന്ദൻ. CPM നേതാക്കൾക്കെതിരെയുള്ള ശബ്ദരേഖ വിവാദം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശരത് പ്രസാദിനെ ഒഴിവാക്കി ജില്ലാ സെക്രട്ടറിയായി KS റോസൽ രാജിനെ തെരഞ്ഞെടുത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ പ്രിന്റു മഹാദേവനെ തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് പ്രിന്റു മഹാദേവൻ. നാളെ വിജയദശമി. തിരുവള്ളക്കാവ് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. കളിമൺ പാത്ര നിർമ്മാണ വികസന കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണി 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായി. ഒരു ചെടിച്ചട്ടിക്ക് കോഴ ആവശ്യപ്പെട്ടത് 3 രൂപ വീതം. കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി. തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും നഷ്ടമായി. കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറി. ഈ കാലവർഷക്കാലത്ത് സംസ്ഥാനത്ത് 13% മഴ കുറവ് രേഖപ്പെടുത്തി. തുലാവർഷത്തിന് തുടക്കമായി. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. ഇടതു സർക്കാർ മൂന്നാമതും വരുമെന്ന് ഉറപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമുദായിക സംഘടനകൾ CPM-നെ പിന്തുണയ്ക്കുന്നു. ഇടതുമുന്നണിയെ എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ളവരും പുതിയ ദൌത്യത്തിൽ അണിചേരുകയാണ്. കേരളത്തിൽ വികസനത്തിന്റെ പാത വെട്ടിത്തുറന്നാണ് മൂന്നാമതും ഭരണത്തിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സന്നിഹിതനായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ള ആയിരക്കണക്കിന് ആളുകളും ഈ പുതിയ ദൗത്യത്തിന് അണിചേരാൻ പോകുന്ന ആവേശോജ്വലമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായി KS റോസൽ രാജിനെ തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം R രാഹുലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റോസൽ രാജിനെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. CPM നേതാക്കൾക്കെതിരെയുള്ള ശബ്ദരേഖ വിവാദത്തെ തുടർന്ന് പാർട്ടി തലത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശരത് പ്രസാദിനെ മാറ്റി റോസൽ രാജിനെ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പ്രസംഗം നടത്തിയ BJP വക്താവ് പ്രിന്റു മഹാദേവനെ തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രിന്റുവിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നും വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പാർട്ടി പിന്തുണ ഇല്ലെന്ന പ്രിന്റു മഹാദേവന്റെ പരാതിയെക്കുറിച്ച് തനിക്കറിയില്ല. പുറത്തുവന്ന ചാറ്റുകളെക്കുറിച്ച് അറിയില്ല. ചിലർ രസത്തിനു വേണ്ടി എന്തോ ചെയ്യുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് പ്രിന്റു മഹാദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നുവരെ ആരെയും താൻ ഉപദ്രവിച്ചിട്ടില്ല, താൻ ആരെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും പ്രിന്റു മഹാദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റായ കാര്യങ്ങളാണ് ഞാൻ പ്രചരിക്കുന്നത്. പാർട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉള്ള കൃത്യം നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ. പാർട്ടിയുടെ ആരൊക്കെയായിരുന്നു അവിടെ വന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്, എന്നെ സംരക്ഷിച്ചത്. എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞ വ്യക്തിയും ഇടപെട്ട വ്യക്തിയും ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള KK അനീഷ് കുമാറാണ്. പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോൺട്രവേഴ്സി പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ചില വിവാദങ്ങൾ ഉണ്ടായിട്ട് പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഈ കേരളത്തിൽ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായി എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ തേജോവധം ചെയ്യുന്ന സമയം ചില വിഷയങ്ങൾ പാർട്ടിക്ക് അതേപോലെയൊന്നും പ്രതികരിക്കാൻ സാധിക്കില്ല.
പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ചില വിവാദങ്ങളിൽ നിന്ന് പാർട്ടിക്ക് മാറി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പാർട്ടിയെക്കുറിച്ച് ഒരു സ്ഥലത്തും അത് തെറ്റായിട്ടുള്ള പ്രചരണം, ആരാണത് പ്രചരിപ്പിച്ചെന്നറിയില്ല, ഒരിക്കലുമില്ല. ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ എനിക്കൊരു കസാര കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ഈ പ്രസ്ഥാനത്തിൽ വന്നത്. എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പരാതികളുമില്ല. ഞാൻ പാർട്ടി എന്നെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാർട്ടി അങ്ങനെ തെറ്റായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്. നാളെ വിദ്യാരംഭം. പ്രശസ്തമായ ചേർപ്പ് തിരുവിള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4 മുതൽ ആരംഭിക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളുടെ ആദ്യഘട്ടം ഉച്ചവരെ നടക്കും. വൈകിട്ട് 5 മുതൽ 6 വരെയും ചടങ്ങുകളുണ്ടാകും. തിരുവുള്ളക്കാവ് വാര്യത്തെ ശ്രീധര വാര്യരുടെ നേതൃത്വത്തിൽ 60 ആചാര്യന്മാർ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ സഹായിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും 250 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രം വളണ്ടിയർമാരും സഹായത്തിനുണ്ടാകും. വഴിപാടുകൾ നടത്തുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കവി ചങ്ങമ്പുഴ, ഗാനരചയിതാവ് പി ഭാസ്കരൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഇവിടെയാണ് ആദ്യാക്ഷരം കുറിച്ചത്. ക്ഷേത്ര മതിലിനകത്ത് സരസ്വതി മണ്ഡപത്തിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തുക. കുട്ടികളുമായി എത്തുന്നവർ ശ്രീകോവിലിനകത്ത് കയറി തൊഴുത് പടിഞ്ഞാറേ നടയിലെത്തി കുട്ടിക്ക് തീർത്ഥം വാങ്ങി നൽകും. തുടർന്ന് വിദ്യാമണ്ഡപത്തിൽ ആചാര്യന്റെ മുന്നിൽ രക്ഷിതാവിന്റെ മടിയിൽ എഴുത്തിനിരുത്തും. ദക്ഷിണ വെച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ നാവിൽ സ്വർണ്ണമോതിരം കൊണ്ട് ഹരിശ്രീ എഴുതും. പിന്നീട് കുട്ടിയുടെ കൈ പിടിച്ച് മുന്നിലെ ഓട്ടുരുളിൽ വെച്ചിട്ടുള്ള അരിയിൽ മലയാളം അക്ഷരങ്ങൾ മുഴുവൻ എഴുതിക്കും. TCV ന്യൂസ്, തൃശൂർ. വിജയദശമി ദിനമായ നാളെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ 8 മുതൽ എഴുത്തിനിരുത്തൽ നടക്കും. നവരാത്രിയോടനുബന്ധിച്ചുള്ള സംഗീതാർച്ചനയിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടായിരുന്നു. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കളിമൺ പാത്ര നിർമ്മാണ കോർപ്പറേഷൻ ചെയർമാൻ 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായി. വില്ലടം സ്വദേശി KN കുട്ടമണിയാണ് പിടിയിലായത്. വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 3624 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം പാലിയക്കരയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ വിവരം കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമ വിജിലൻസ് സംഘത്തെ അറിയിക്കുകയായിരുന്നു. കമ്മീഷന്റെ ആദ്യ ഗഡുവായ 10,000 രൂപ കോഫി ഹൌസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. വിജിലൻസ് ഡിവൈഎസ്പി ജിംപോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടമണിയെ പിടികൂടിയത്. കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി. തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും നഷ്ടമായി. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് വലയും മീനും നഷ്ടപ്പെട്ടത്. കൊച്ചി തീരത്തു നിന്നും 15 നോട്ടിക്കൽ മൈൽ അകലെ വല വീശിയ സമയത്തായിരുന്നു സംഭവം. വല വലിക്കാനുള്ള ശ്രമം ഫലിക്കാതെ വന്നതിനെ തുടർന്ന് മറ്റു വള്ളക്കാരുടെ സഹായത്തോടെ വല വലിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ ഏറെക്കുറെ പൂർണ്ണമായും വല നഷ്ടപ്പെട്ടു. ഈയിടെ കടലിലകപ്പെട്ട കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല നശിച്ചതെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത്. ഞങ്ങൾ 61 ആളിന്ന് പണിക്ക് പോയതാണ്. പണിക്ക് പോയിട്ട് കൊച്ചിക്ക് പടിഞ്ഞാറ് 15 മാറി നോട്ടിക്കൽ പടിഞ്ഞാറ് വെച്ചിട്ട് ഞങ്ങൾ വലയടിച്ച് മീനെ കണ്ട് വലയടിച്ചപ്പോൾ വല ഉടക്കിൽ വീണ് വല ഞങ്ങൾ റോപ്പ് എടുത്ത് കുറച്ച് വന്നപ്പോൾ ഒരു വലിയ കണ്ടെയ്നറുമായിട്ട് സാധനങ്ങൾ പൊന്തി വന്നിട്ട് പിന്നീട് അത് ചെളിയും വെള്ളം കയറി താഴേക്ക് പോവുകയും റോപ്പ് പൊട്ടിയിട്ട് ഞങ്ങളുടെ വെയിറ്റും 500 മാറ് വലയുള്ള വല കംപ്ലീറ്റ് പോയി. ഞങ്ങൾക്ക് ആകെ കിട്ടിയത് കുറച്ച് വത്ത
20 മാറ് വെയിറ്റും കുറച്ച് വലയും മാത്രം കിട്ടുള്ളൂ. കംപ്ലീറ്റ് വലയും ഞങ്ങൾ ഈ കടലിൽ പോയി 3 വള്ളങ്ങൾ കൂടി പൊക്കിയെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയത്. ഏകദേശം 30 ലക്ഷം രൂപയോളം ചിലവുണ്ട് ഈ സാധനം. ഈ വള്ളവും വല ഇറക്കിയിട്ട് ഞങ്ങൾ മത്സ്യബന്ധനത്തിൽ ലോൺ എടുത്ത് ചെയ്ത പ്രസ്ഥാനമുള്ളത്. ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തീർത്തും ഈ കമ്പനി നഷ്ടപ്പെട്ടു പോയി. അത് തന്നെയുമല്ല 61 ആളിന്ന് പണിക്കുണ്ട്. ഈ 61 കുടുംബവും പട്ടിണിയായി. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപയുടെ വലയും 10 ലക്ഷത്തോളം രൂപയുടെ മത്സ്യവും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. വല പുനർനിർമ്മിച്ച് വീണ്ടും മത്സ്യബന്ധനത്തിനിറങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരും. തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം കൂടി കണക്കാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഇരട്ടിയാകും. കടലിൽ വല നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറിവരികയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് മഹാവിഷ്ണു, യൂക്ക ബ്രദേഴ്സ് എന്നീ വള്ളങ്ങളുടെ വല നഷ്ടപ്പെട്ടിരുന്നു. കടലിൽ മുങ്ങിത്താഴ്ന്ന കണ്ടെയ്നറുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറി. ഈ കാലവർഷക്കാലത്ത് സംസ്ഥാനത്ത് 13% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. തുലാവർഷത്തിന് തുടക്കമായി. വടക്കുകിഴക്കൻ മൺസൂണാണ് കേരളത്തിന്റെ തുലാവർഷം. തുലാമാസത്തിൽ തുടങ്ങുന്ന രണ്ടാമത്തെ മഴക്കാലമാണിത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീളും. ഡിസംബർ അവസാനത്തോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും. ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭിക്കുക. കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ. ഉച്ചവരെ കനത്ത ചൂടായിരിക്കും. ശേഷം ഇരുണ്ടുമൂടി ഇടിമിന്നലുമായി മഴയെത്തുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വെയിലുള്ള ഇടവേളകളും ഉണ്ടാകും. പശ്ചിമഘട്ടം കടന്നുവരുന്ന മഴമേഘങ്ങളാണ് കേരളത്തിൽ തുലാവർഷം പെയ്യിക്കുന്നത്. വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക. തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടെ തണുപ്പുകാലം തുടങ്ങും. അതേസമയം ജൂൺ 1 തുടങ്ങി 122 ദിവസം നീണ്ടുനിന്ന കാലവർഷ കലണ്ടർ അവസാനിച്ചപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഇത്തവണ 13% മഴ കുറവ് രേഖപ്പെടുത്തി. 2018.6 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭിച്ചത് 1752.7 മില്ലിമീറ്ററാണ്. കഴിഞ്ഞ വർഷം ലഭിച്ചത് 1748.2 മില്ലിമീറ്റർ മഴയാണ്. ന്യൂസ് ഡെസ്ക്, TCV. കുന്നംകുളത്ത് 3 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. വളയനാട് അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. ഉറക്കത്തിനിടെ പാല് തൊണ്ടയിൽ കുരുങ്ങിയതാണ് മരണത്തിന് കാരണമെന്നാണ് നിഗമനം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ 7 ഡോക്ടർമാർ കൂട്ട അവധിയെടുത്തത് OP വിഭാഗത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കി. ENT, ശിശുരോഗം എന്നീ വിഭാഗങ്ങളിൽ മാത്രമാണ് ബുധനാഴ്ച ഡോക്ടർമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. OP വിഭാഗം സ്തംഭിച്ചത് സാധാരണക്കാരായ രോഗികളെ വലച്ചു. ഇന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഒഴികെ OPയിൽ ആരുമില്ല. കാരണം ഫിസിഷ്യനില്ല, ശ്വാസകോശമില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചാർജുള്ള ഡോക്ടർ ഓൾറെഡി മറ്റുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. കണ്ണില്ല, ത്വക്കില്ല, പല്ല് രോഗമില്ല. തീർച്ചയായിട്ടും 2000-ഓളം ആളുകൾ നിത്യേന ഇവിടെ OPയിൽ വിഭാഗത്തിൽ രോഗികളായിട്ട് വന്ന് ചികിത്സ തേടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇതുകൂടാതെ കാഷ്വാലിറ്റി വിഭാഗത്തിലും 100 കണക്കിന് ആളുകൾ വന്നു പോകുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരം കൂട്ട അവധിയെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. അതുകൂടാതെ ഇത്തരത്തിലുള്ള അവധിയെടുക്കുന്നതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കരുത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടേഴ്സ് ലീവ് എടുക്കുന്നത് അടിയന്തര സാഹചര്യത്തിലൊക്കെ നമ്മൾ അറിയുന്നതാണ്. അതാവശ്യമാണ്. ശക്തമായിട്ടുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലോ വേണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. OP വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയവർ കാഷ്വാലിറ്റിയിലെ RMOയെ കണ്ടു മടങ്ങി. വിശേഷ ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ കൂട്ടത്തോടെ അവധിയെടുക്കുന്നത് പതിവാണെന്നും ആരോപണമുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് വില കൂട്ടി പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 15 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ വില 1602 രൂപ 50 പൈസയായി ഉയർന്നു. തിരുവനന്തപുരത്ത് 1623 രൂപ 50 പൈസ, കോഴിക്കോട്ട് 1634 രൂപ 50 പൈസ എന്നിങ്ങനെയാണ് വില. കഴിഞ്ഞ 6 മാസങ്ങളിൽ തുടർച്ചയായി വില കുറച്ച ശേഷമാണ് വില വർദ്ധിപ്പിച്ചത്. ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. തൃക്കാക്കര പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബലാത്സംഗം ചെയ്തതിന് തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വിവാഹ വാഗ്ദാനം ചെയ്തതിന് വാട്സ്ആപ്പ് ചാറ്റുകളടക്കം തെളിവുകളുണ്ട്. സാമ്പത്തിക ഇടപാടുകളിലടക്കം രേഖകളുണ്ടെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. നിലവിൽ ഈ കേസിൽ ജാമ്യത്തിലാണ് വേടൻ. കഞ്ചാവ് കേസിൽ കഴിഞ്ഞ ദിവസം വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിൽ 9 പേരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മുൻമന്ത്രി VS സുനിൽകുമാറിനെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തി. സത്യൻ മൊഗേരിയെ CPI അസിസ്റ്റന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. E. ചന്ദ്രശേഖരൻ മാറിയ ഒഴിവിലാണ് സത്യൻ മൊഗേരിയെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. PP സുനിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തുടരും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തൃശൂർ ജില്ലയിൽ നിന്ന് റവന്യൂ മന്ത്രി K. രാജനെയും മുൻ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജനെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം കപ്പൂർ കൊഴിക്കരയിൽ പ്രാവുകൾക്കായി ദിവസവും അരിയും ഗോതമ്പും ഒരുക്കി നൽകുകയാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ അസ്ലം. 4 വർഷമായി അസ്ലം ഈ പതിവ് തുടരുന്നു. ജീവജാലങ്ങളോടുള്ള കരുതലിന് അതിർവരമ്പുകളില്ലെന്ന് തെളിയിക്കുകയാണ് അസ്ലം. ടെറസിന് മുകളിലാണ് പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത്. പുലർകാലങ്ങളിലാണ് ഈ പതിവ്. ഓരോ ദിവസവും പുലർച്ചെ അസ്ലമിനെയും കാത്തിരിക്കുന്നുണ്ടാകും പ്രാവുകൾ. അതിനാൽ അസ്ലം സ്വന്തം നാടായ പശ്ചിമ ബംഗാളിലേക്ക് പോകുമ്പോൾ തീറ്റ നൽകാൻ പണം കൊടുത്ത് മറ്റു ചിലരെ ചുമതലപ്പെടുത്തും. दाना देता है। सुबह 6:30 बजे हर रोज हम पैरा को दाना देता है। हम 5 साल से देते हैं। जब हम घर जाते हैं तो दूसरा आदमी को हम पैसा दे के वो गंदम खरीद के डालते हैं. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ലധികം വർഷമായി ഇതുപോലെ പ്രാവുകൾ, കാക്കകൾ, ഈ വക പക്ഷികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അദ്ദേഹം രാവിലെ 6 മണി 7 മണിയുടെ ഉള്ളിലായിട്ട് ഈ കാക്കകൾക്ക് വിതരണം ചെയ്യും. എന്നതിന് ശേഷമാണ് അദ്ദേഹം ജോലിക്ക് പോവാറ്. അദ്ദേഹം നാട്ടിലേക്ക് പോകുമ്പോൾ പകരം ഈ ചുമതല നിർവഹിക്കാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുക. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രഭാതത്തിലും പതിവായി ഭക്ഷണം തേടിയെത്തുന്ന പ്രാവുകൾ കൂട്ടമായി അരിയും ഗോതമ്പും തിന്ന് പറന്നുപോകുന്ന കാഴ്ച നാട്ടുകാരുടെ മനസ്സിൽ സന്തോഷം പരത്തുന്നതാണ്. ഈ പ്രവൃത്തി പ്രദേശവാസികളുടെ ഇടയിൽ അസ്ലമിന് വലിയ പ്രശംസയാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ആറങ്ങോട്ടുകരയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം മൊറയൂർ സ്വദേശി തുപ്പിലിക്കാട്ട് വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. മുഹമ്മദ് ഷാഫിയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഷാഫിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം സിമന്റ് ലോറി പാലത്തിന്റെ അപ്രോച്ച് റോഡരികിലേക്ക് ചെരിഞ്ഞു. കൊച്ചിയിൽ നിന്ന് സിമന്റുമായി കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പാലത്തിന്റെ പണി നടന്നുവരികയാണ്. മദ്ദള വിദ്വാൻ മുണ്ടൂർ എരവത്ത് അപ്പുമാരാർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് നിരവധി തവണ പഞ്ചവാദ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വയോജന സംഗമത്തിനെത്തിയ അരിമ്പൂർ സ്വദേശികളായ സുകുമാരൻ എന്നു പേരുള്ള 80-കാരന്റെയും 74-കാരന്റെയും ആഹ്ലാദ നൃത്തം വൈറലായി. ക്യാപ്റ്റൻ ലക്ഷ്മി വയോ ക്ലബിന്റെ സാരഥികളായ ഇവർ പഞ്ചായത്ത് നൽകുന്ന എവറോളിംഗ് വാങ്ങിയ ശേഷം ചുവടുവെച്ച നൃത്തമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. 2 പേരുടെയും പേര് സുകുമാരൻ എന്നാണ്. ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന കാലം മുതലുള്ള സൗഹൃദമുണ്ട് അരിമ്പൂർ സ്വദേശികളായ ഇവർക്ക്. ഒരാൾ ICICI ബാങ്കിലും മറ്റൊരാൾ എയർഫോഴ്സിലുമായിരുന്നു.
റിട്ടയർമെന്റ് ജീവിതം വയോജന ക്ഷേമത്തിനായി മാറ്റിവെക്കുകയായിരുന്നു ഇരുവരും. 10 വർഷമായി അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിലെ വയോജന കൂട്ടായ്മയുടെ സാരഥികളാണ് 2 സുകുമാരന്മാരും. 36 അങ്കണവാടികൾ പങ്കെടുത്ത മത്സരത്തിൽ എവർ റോളിംഗ് ട്രോഫി നേടിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ഉത്തരവ് പ്രകാരം തടവിലാക്കി. കാട്ടൂർ സ്വദേശി കരിപ്പാടത്ത് വീട്ടിൽ ഷൈജുമോൻ, തളിക്കുളം സ്വദേശി മണക്കാട്ടുപടി വീട്ടിൽ സിജിൽ രാജ് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിൽ അടച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ആർ കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളത്തിന് ഇനി പുതിയ മുഖം. കക്ഷി രാഷ്ട്രീയം മറന്ന് ജനപ്രതിനിധികൾ കൈകോർത്താണ് പോളക്കുളത്തിന്റെ സൗന്ദര്യവൽക്കരണവും വികസനവും യാഥാർത്ഥ്യമാക്കിയത്. വി.ആർ. സുനിൽകുമാർ എം.എൽ.എയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയിലേറെ ചെലവഴിച്ചാണ് പോളക്കുളം നവീകരിച്ചത്. തുടർന്ന് പെഡൽ ബോട്ട്, ജിം, പാർക്ക്, സ്റ്റേജ്, നടപ്പാത എന്നിവ ഒരുക്കി. 1 ഏക്കർ വരുന്ന പോളക്കുളത്തിൽ വിനോദത്തിനായി 4 പെഡൽ ബോട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കുളത്തിനു ചുറ്റും വിനോദത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയം മറന്ന് പോളക്കുളത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും വികസനത്തിനും വേണ്ടി എല്ലാവരും ഒരുമിച്ചത് നാടിന് മാതൃകയാണെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ പറഞ്ഞു. എം.എൽ.എയോട് വീണ്ടും 25 ലക്ഷം രൂപ എം.എൽ.എ തരികയും പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ജിമ്മും പാർക്കും പെഡൽ ബോട്ടും നമ്മളിവിടെ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. ഒക്ടോബർ 2-ാം തീയതി മറ്റന്നാൾ വൈകിട്ട് 5:30 മണിക്ക് നമ്മുടെ എം.എൽ.എയും നമ്മുടെ എം.പിയും കൂടി സംയുക്തമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. മറ്റന്നാൾ മുതൽ നാടിനായിട്ട് ഇത് തുറന്നു കൊടുക്കുകയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന നിലയിലാണ് ജിമ്മും പാർക്കും സജ്ജീകരിച്ചിട്ടുള്ളത്. കുഴൂർ പഞ്ചായത്തിന് ലഭിച്ച കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നാണ് 20 ലക്ഷം രൂപ വിനിയോഗിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് 27 ലക്ഷം രൂപ ചെലവഴിച്ച് വിശ്രമ കേന്ദ്രവും കഫേയും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണങ്ങൾ പൂർത്തിയായതോടെ പോളക്കുളവും അനുബന്ധ ഭാഗങ്ങളും പൊതുജനങ്ങളുടെ ഉല്ലാസ കേന്ദ്രങ്ങളായി മാറും. TCV ന്യൂസ്, മാള. കുറ്റൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്ന് 1.5 കോടി രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പശ്ചിമബംഗാൾ സ്വദേശി കച്ചി ഷേഖിനെയാണ് വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീട്ടുകാരില്ലാത്ത സമയത്തായിരുന്നു മോഷണം നടന്നത്. മോഷണം പോയ ആഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ SP സുധീരൻ, വിയൂർ SHO KP മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുതിർന്ന പൌരന്മാർക്കുള്ള റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക, തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് PG വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PR ഗോപാലകൃഷ്ണൻ, ഭാരവാഹികളായ ശ്രീകുമാർ, സുരേഷ്, VK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക കേബിൾ TV നെറ്റ്വർക്ക് രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതുഗാഥ രചിച്ച കുന്നംകുളം CCTV സിൽവർ ജൂബിലി ആഘോഷിച്ചു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയാകാൻ CCTV പോലുള്ള കേബിൾ കൂട്ടായ്മകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച K രാധാകൃഷ്ണൻ MP പറഞ്ഞു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. മുൻ MLA VT ബൽറാം, വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, സംഘടക സമിതി ചെയർമാൻ KT സഹദേവൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ, ഡയറക്ടർ KC ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചേർന്ന സിൽവർ ജൂബിലി പൊതുസമ്മേളനത്തിൽ വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് രജത ജൂബിലിയുടെ സൂചകമായി 25 ചെരാതുകളിൽ തിരി തെളിയിച്ചു. ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായി. സിൽവർ ജൂബിലിയുടെ ഭാഗമായ സുവനീർ, ഇമ്പം ഇരമ്പം പ്രകാശനം സിനിമാ നിരൂപകൻ K മോഹൻദാസ് നഗരസഭാ കൗൺസിലർ ലബീബ് ഹസന് നൽകി നിർവഹിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ എഴുതിയ വരികൾക്ക് നിഖിൽ പ്രഭ സംഗീതം നൽകി ആലപിച്ച തീം സോങ്ങിന്റെ പ്രകാശനം COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു. തുടർന്ന് നൃത്ത, സംഗീത, ഹാസ്യവിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. TCV ന്യൂസ്, കുന്നംകുളം.
വെള്ളിയാഴ്ച നടത്താനിരുന്ന ഭാരത് ബന്ദ് മാറ്റിവെച്ചതായി ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ചായിരുന്നു ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ആഘോഷങ്ങൾ പരിഗണിച്ചാണ് ബന്ദ് മാറ്റിവെച്ചതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. സ്ത്രീധന പീഡന മരണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട് പയ്യപ്പള്ളി വീട്ടിൽ ഹരിദാസിനെയാണ് പെരുമ്പാവൂർ ചേലമറ്റത്തു നിന്നും പോലീസ് പിടികൂടിയത്. 2014 ജൂലൈ 27-നാണ് ഹരിദാസിന്റെ ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഡ്രൈഡേയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മുരിയാട് പാലിശ്ശേരി വീട്ടിൽ ലൈജുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കയ്പമംഗലം ചളിങ്ങാട് സെന്റ് ജോസഫ് പള്ളിയിലെ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം. പള്ളിക്കുള്ളിലെ 5 നേർച്ചപ്പെട്ടികളാണ് കുത്തി തുറന്നത്. 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് നേർച്ചപ്പെട്ടി തകരാറായിരിക്കുന്നത് കണ്ട് പള്ളിയിലെ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് സംഘടിപ്പിക്കുന്ന പ്രഥമ ധന്യൻ ഫാദർ അഗസ്റ്റിൻ ജോൺ ഊക്കൻ മെമ്മോറിയൽ സൌത്ത് ഇന്ത്യൻ ഇന്ത്യൻ കോളേജിയേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ തുടരുന്നു. ടൂർണമെന്റിന്റെ 4ാം ദിനമായ ബുധനാഴ്ച നടന്ന മത്സരത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് SP കോളേജ് ചങ്ങനാശ്ശേരിയെ തോൽപ്പിച്ച് സെമി ഫൈനലിൽ പ്രവേശിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3-ന് നടക്കുന്ന ക്വാർട്ടർ മത്സരത്തിൽ MES മമ്പാട് ഏനപ്പോയ മാംഗ്ലൂരിനെ നേരിടും. CPM കൊടുങ്ങല്ലൂർ മേത്തല ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ TS മുരളീധരന്റെ 25ാം രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ ബ്രാഞ്ചുകളിൽ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് ചേരമാൻ പള്ളി പരിസരത്തു നിന്നും എൽത്തുരുത്ത് ക്ഷേത്ര പരിസരത്തേക്ക് പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ലോക്കൽ സെക്രട്ടറിമാരായ TP പ്രഭേഷ്, KK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ മാസം 23-ാം തീയതി തൃശൂർ പട്ടണത്തിന്റെ നടുത്തറത്തിൽ വെച്ച് കോൺഗ്രസ് ഗുണ്ടകളാൽ കുത്തേറ്റ് മരിച്ച സഖാവ് അഴിക്കോടൻ രാഘവന്റെയും ഓർമ്മ ദിവസമായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,930 രൂപ, പവന് 87,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഇടതു സർക്കാർ 3ാമതും ഭരണത്തിൽ വരുമെന്ന് ഉറപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സാമുദായിക സംഘടനകൾ CPM-നെ പിന്തുണയ്ക്കുന്നുവെന്നും MV ഗോവിന്ദൻ. CPM നേതാക്കൾക്കെതിരെയുള്ള ശബ്ദരേഖ വിവാദം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശരത് പ്രസാദിനെ ഒഴിവാക്കി. ജില്ലാ സെക്രട്ടറിയായി KS റോസൽ രാജിനെ തെരഞ്ഞെടുത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ പ്രിന്റു മഹാദേവനെ തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് പ്രിന്റു മഹാദേവൻ. നാളെ വിജയദശമി. തിരുവള്ളക്കാവ് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. കളിമൺ പാത്ര നിർമ്മാണ വികസന കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണി 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായി.
ഒരു ചെടിച്ചട്ടിക്ക് കോഴ ആവശ്യപ്പെട്ടത് 3 രൂപ വീതം. കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി. തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും നഷ്ടമായി. കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറി. ഈ കാലവർഷക്കാലത്ത് സംസ്ഥാനത്ത് 13% മഴക്കുറവ് രേഖപ്പെടുത്തി. തുലാവർഷത്തിന് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.